വൈക്കം തലയാഴത്ത് LDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വയോധികൻ ജീവനൊടുക്കിയത് വലിയ വിവാദമാക്കുകയാണ് പ്രതിപക്ഷവും. അതോടൊപ്പം BJPയും. ജൈവ കർഷകനായ മക്കൻ ചെല്ലപ്പനാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് BJPയും കോൺഗ്രസും ആവശ്യപ്പെടുന്നത്. അജിത് ബാബു ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. അജിത്ത്, രണ്ട് വിഷയങ്ങളാണോ? ഒന്ന്, ഇത് രാഷ്ട്രീയ പ്രശ്നമായി ഉയരുന്നുണ്ട്. അതോടൊപ്പം എന്താണ് ഈ മരണത്തിന് കാരണം എന്നത് അവിടെ ഒരു ചോദ്യമാണ്. കാരണം പ്രത്യേകിച്ച് ഈ ചെല്ലപ്പൻ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന് ശേഷമാണ് ഈ മരണത്തിലേക്ക് പോയത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ ഈ രാഷ്ട്രീയ വിവാദം മറ്റൊരു തലത്തിലേക്ക് അത് കൊണ്ടുപോകാനുള്ള ശ്രമവുമുണ്ട്? രജിസ്റ്റർ നമ്മൾ ഈ പുറകിൽ കാണുന്നതാണ് CPIയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസ്. അതിന് തൊട്ട് പിന്നിലായിട്ട് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയേക്കുന്ന ഇത്തരത്തിൽ LDFന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ്. അതിനുള്ളിലാണ് ഇത്തരത്തിൽ രാവിലെ എത്തിയപ്പോൾ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പ്രധാനമായും ഈ വിഷയത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ളതാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരത്തിൽ അദ്ദേഹം വലിയ തരത്തിലുള്ള വിമർശനം CPIക്കെതിരെ ഉന്നയിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. CPIയുമായി ബന്ധപ്പെട്ട് തനിക്ക് നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും തന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമാണ് CPIയുടെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇന്നലെ 25 മിനിറ്റുള്ള ഒരു സമഗ്ര വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്നുള്ളതാണ് BJPയുടെ ആരോപണം. എന്നാൽ ഇതിൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. ഇതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രാഥമിക നടപടികളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു വശത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്, അതിന്റെ അപ്പുറത്തെ വശത്ത് BJPയുടെ പ്രവർത്തകരും പ്രതിഷേധിക്കുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണെങ്കിലും ഈ പ്രതിഷേധ പരിപാടികൾ ഇവിടെ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായ ഈ അനിഷ്ട സംഭവം വേദനിപ്പിക്കുന്ന നാടിനെ നെടുക്കുന്നതുമാണ്. ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇന്ന് രാവിലെ 2 പോലീസ് കോൺസ്റ്റബിൾമാർ ഈ ബോഡി അറുത്തു മാറ്റാൻ ശ്രമിച്ചു. അതിനെ തടഞ്ഞ UDF പ്രവർത്തകർക്ക് നേരെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ മോശമായി പെരുമാറുകയും തള്ളുകയും ചെയ്തു. അതാണ് ഏതായാലും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതാണ് ഇക്കാര്യത്തിൽ UDFന്റെ പ്രവർത്തകർ ഉന്നയിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ NDAയുടെ പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അജിത്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ്? ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഉപദ്രവിച്ചത് TN രമേശനും ഷാജി, അതായത് JP ഷാജിയുമാണ്. JP ഷാജി ബാങ്കിന്റെ പ്രസിഡന്റാണ്. കോടിക്കണ്ട് ഇവിടെ അഴിമതി നടന്ന ബാങ്കാണത്. അദ്ദേഹം അതിനകത്ത് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസ്ബുക്ക് ഇട്ടതിന് ശേഷം രാത്രി 12 മണി വരെ ഈ ഫേസ്ബുക്കിൽ പേര് പരാമർശിക്കുന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നു. 12 മണി വരെ ഈ ഷാജി ഇവിടെ ഉണ്ടായിരുന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കൈ വയ്യാത്ത ആൾ, കാല് വയ്യാത്ത ആൾ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറയും? അപ്പോൾ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത അന്വേഷിക്കണം. ഞങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ മരണമൊഴി ഉണ്ടായിരുന്നു, അത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസ് ഞങ്ങളെ കാണിച്ചിട്ടില്ല. ഇദ്ദേഹം ഇതിനു മുമ്പ് MLAക്ക് പരാതി കൊടുത്തിരുന്നു. MLA ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. MLA ഇടപെട്ടിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകുമെന്ന് അദ്ദേഹം മരിക്കുകയില്ലായിരുന്നു. കൃഷി വകുപ്പിന്റെ അനാസ്ഥയാണ് ഇദ്ദേഹത്തിന് മറ്റൊരു കാരണം. ഏതാണെങ്കിലും NDAയും BJP ഉയർത്തുന്ന കാര്യങ്ങൾ അതാണ്. ഏതാണെങ്കിലും പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ്. നമുക്ക് ഈ കാര്യത്തിൽ ഏതാണെങ്കിലും CPIയുടെ വിശദീകരണം കൂടി ഈ കാര്യത്തിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. നമുക്ക് CPIയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അത്തരത്തിൽ CPIയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ ദുരൂഹത ഉണ്ടെന്നുള്ള അഭിപ്രായമാണ് CPIക്കുള്ളത്. ഈ ഓഫീസിൻ്റെ പടിക്കലുള്ള ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വന്ന് ഇലക്ഷന് 2 ദിവസമുള്ളപ്പോൾ അയാൾ എന്തുകൊണ്ട് തൂങ്ങി മരിച്ചു? അയാൾ സ്വയം ചെയ്താണോ? അതിൻ്റെ പിന്നെ പ്രേരണയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അയാളുടെ ഫോൺ കോളുകൾ, ഈ ഒരാഴ്ചക്കാലത്തെ ഫോൺ കോളുകൾ പരിശോധിക്കണം. അയാൾക്ക് വേണ്ടി ഇറങ്ങിയ വീഡിയോ പരിശോധിക്കണം. അതാരാണ് എഡിറ്റ് ചെയ്തത് എന്നുള്ള കാര്യം പരിശോധിക്കണം. അതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം വ്യാജ പ്രചരണങ്ങളാണ് എങ്കിൽ പോലും അതേക്കുറിച്ച് അന്വേഷണം വേണം. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ വേറെ കറുത്ത കൈകളുണ്ട് എന്നാണ് ബലമായിട്ടുള്ള സംശയം. ഇനി രണ്ടാമത് രുചിസ് സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യമാണ് കോൺഗ്രസ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഈ വിഷയം രാഷ്ട്രീയമായി ഉന്നയിക്കുകയാണ്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഇതൊറ്റപ്പെട്ട സംഭവമല്ല എന്നുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രചരണമാക്കുകയാണ്. മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി ഇതൊരു പ്രചരണ വിഷയമാക്കി. എന്തായാലും ആ മേഖലയിൽ പ്രത്യേകിച്ച് വൈക്കം അതൊരു ഇടത് കോട്ടയായി നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ ആവേശ പോരാട്ടമൊക്കെ നടത്തുന്നുണ്ട് UDFും അതോടൊപ്പം BJPയും. ആ സമയത്താണ് ഇത്തരത്തിൽ അവസാന നിമിഷം വലിയൊരു വിവാദത്തിലേക്ക് പോകുന്നൊരു ജീവനൊടുക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത്.